Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Wakabi. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദി ഡോഗ്മ ഓഫ് പെർഗിട്രിയിലെ മറ്റൊരു സംഭവകഥയാണ്. ഇത് 1656 നടന്നൊരു സംഭവമാണ്. 1656 ഫെബ്രുവരി 10 വളരെ വിശുദ്ധി ജീവിച്ചിരുന്നൊരു വൈദികൻ, ഫാദർ ഫ്രാൻസിസ് ഓഫ് എയ്ക്സ്, ഈശോ സഭ വൈദികനാണ്. ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ശുദ്ധീകരണ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഈ വൈദികൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പരിശുദ്ധ തൃത്വത്തോട് അഗാധമായ സ്നേഹവും റെവറൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തിരുന്ന കാര്യം തന്നെ സ്വയം പരിത്യജിച്ച് അദ്ദേഹം നിരവധി പ്രായശ്ചിത്ത പ്രവൃത്തികൾ ജീവിച്ചിരുന്നപ്പോഴേ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു. ഒട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സുഖകരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഡിനൈ ചെയ്ത് എനിക്കിങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ കണ്ട് അവിടെയുള്ള ബ്രദർമാർ, ഈ സന്യാസ സഭയിലെ ബ്രദർമാർ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്ന്. അതായത് അദ്ദേഹം തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് പോലും പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥനയോട് കൂടിയാണ് എല്ലാം അദ്ദേഹം ആരംഭിക്കുന്നത്. ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിന് എല്ലാ പ്രവൃത്തികളും ആരംഭിക്കുന്നത്. രാത്രി സമയത്തൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇദ്ദേഹം ചെലവഴിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യപ്രകാരമാണ്, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ പറ്റുന്നില്ല, ഒരു തുള്ളി രക്തം പോലും ചിന്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രീതിയിലെങ്കിലും ഞാൻ എൻ്റെ സഹനത്തോടൊപ്പം ഞാൻ പങ്കാളിയാവട്ടെ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഈ സഹനങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഒരു സന്യാസി ഈ വാക്കിനൊന്നും ചെയ്യുകൊണ്ടില്ല. എന്തിനാണ് ഇങ്ങനെ കഠിനമായിട്ടൊക്കെ ജീവിക്കേണ്ട ആവശ്യം? എനിക്ക് നല്ല കോൾഡാണ്, അപ്പം സോറി ഫോർ ദാറ്റ്. അപ്പം എന്തിനാണ് ഇങ്ങനെ കഠിനമായിട്ട് പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചിന്തിച്ചിട്ട് ഈ സഹോദരനായിട്ടുള്ള സന്യാസ വൈദികൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ സഹോദരനായിട്ടുള്ള സന്യാസ വൈദികൻ ഇദ്ദേഹം ചെയ്തിരുന്ന കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും ഒരല്പം സഹനം ഏറ്റെടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. അപ്പോൾ അതുമാത്രമല്ല, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ആസ്വാദകനായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ ഫാദർ ഫ്രാൻസിസ് എയ്ക്സ് മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സഹോദര വൈദികൻ മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തൊന്നും പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഈ സുഹൃത്തായിട്ടുള്ള ഈ ഫാദർ എയ്ക്സിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാനിവിടെ വേദന അനുഭവിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു സന്യാസ വൈദികനായിട്ടും പല സുഖങ്ങളും ഉപേക്ഷിക്കേണ്ടിയിരുന്നു, എന്നിട്ടും ഞാനിങ്ങനെ എപ്പോഴും കംഫർട്ടബിളായിട്ട് എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കാൻ, വളരെ ഈസി ആയിട്ട് ജീവിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതുകൊണ്ട്, കാരണം വൈദികരിൽ നിന്നും സന്യാസത്തിൽ നിന്നും ഒത്തിരി ആവശ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് സന്യസ്ത വൈദികരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ശുദ്ധീകരണ സ്ഥലത്താണ്. അപ്പോൾ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ചാക്കുടുത്ത് വളരെ വേദനയോടുകൂടിയാണ് ഈ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥനാ സഹായം യാചിച്ചത്. പ്രാർത്ഥനാ സഹായം യാചിച്ച ശേഷം ഈ ആത്മാവ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ ചെയ്യുന്ന ഒരു മാരകഭാവം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം, നാവിൻ്റെ ദുരുപയോഗം. നാവ് തീയാണ് എന്ന് വചനം പറയുന്നു. അപ്പോൾ നാവിൻ്റെ ദുരുപയോഗം കാരണം ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിച്ചിട്ടുള്ള സന്യസ്തരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ സംഭവം ഇത് ഡൊമിനിക്കൻ സന്യാസ സഭയിലും 11ാം നൂറ്റാണ്ടിൽ സംഭവിച്ചൊരു കാര്യമാണ്. അവിടെ ഒരു സന്യാസ വൈദികൻ്റെ പേര് ദൂരന്ത് എന്നാണ്. ദൂരന്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം നന്നായിട്ട് വാക്ചാതുര്യമുള്ള വ്യക്തിയാണ്, നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ആളുകളെ അവരുടെ ഇമോഷൻ മനസ്സിലാക്കാതെ അവരെ പരിഹസിച്ചുകൊണ്ട് തമാശ പറയും. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു തമാശയാണ്, പക്ഷേ ആളുകൾക്ക് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നില്ല. ചില സമയത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോമഡിയൊക്കെ അദ്ദേഹം പറയും ആളുകളെ പറ്റിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാര രീതി അവിടെയുള്ള ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹോദര വൈദികർ ശ്രദ്ധിച്ചിരുന്നു.
അപ്പോൾ അവിടെയുള്ള ഒരു വൈദികൻ അദ്ദേഹത്തിന് ഇപ്രകാരം പറഞ്ഞു, ദുരന്ത് നിങ്ങൾ ഹ്യൂഗ് എന്ന പേരുള്ള ഒരു സന്യാസി ഇപ്രകാരം പറഞ്ഞു, ദുരന്ത് നിങ്ങളുടെ നാവ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിനെ ശുദ്ധീകരണ സ്ഥലത്ത് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ദയവായി നാവ് ശ്രദ്ധിക്കുക എന്ന്. പക്ഷേ ഇദ്ദേഹം ഇത് ചെവി കൊണ്ടില്ല. ഇദ്ദേഹം വീണ്ടും ഇത് തുടർന്നു. അങ്ങനെ ഈ ദുരന്തം മരിച്ചു. ആരാണ് ഉപദേശം കൊടുത്തത് അതേ വ്യക്തിയുടെ അടുക്കൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, ഇതാ എൻ്റെ നാവ് ഇവിടെ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചിട്ട് പീഡ അനുഭവിക്കുകയാണ്. ഞാൻ നിശബ്ദത പാലിക്കാത്തതിനാൽ ഞാനിവിടെ പീഡ അനുഭവിക്കുകയാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഈ ആത്മാവ് ഈ സന്യാസ വൈദികനടുക്കൽ വന്ന് പറയുകയാണ്. എന്നിട്ട് ഈ സന്യാസ വൈദികൻ ഇത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അറിയിച്ചു. ആ കമ്മ്യൂണിറ്റി മുഴുവനും പ്രായശ്ചിത്തമായിട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 8 ദിവസം ആരും പരസ്പരം സംസാരിക്കാതെ ഇരുന്നു ആ മൊണാസ്ട്രിയിൽ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ ഈ ആത്മാവിന് വേണ്ടി സമർപ്പിച്ചു. 8 ദിവസം സംസാരിക്കാതിരുന്നു. അതാണ് പ്രായശ്ചിത്തം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് വന്ന് പറഞ്ഞു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് ഈ ആത്മാവ് പോയി. മറ്റൊരു സംഭവം സമാനമായത് തന്നെ ഇതും ഡൊമിനിക്കൻ സന്യാസ സഭയിൽ തന്നെ സംഭവിച്ചതാണ്. കൊളോഗ്നെ എന്ന് പറഞ്ഞ, എനിക്കും ജർമ്മനിയിലാണ്, അവിടെയുള്ള ഡൊമിനിക്കൻ സന്യാസ സഭയിലെ ഒരു വൈദികനാണ്. ഇദ്ദേഹം വളരെയധികം ഈ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയ വ്യക്തിയാണ്, ഭയങ്കര തീഷ്ണതയുള്ള വ്യക്തിയാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇതാ നാവിൻ്റെ ദുരുപയോഗം. ചില സമയത്ത് വിശുദ്ധമായ കാര്യങ്ങൾ കോമഡി ആയിട്ട് ഇദ്ദേഹം പറയുമായിരുന്നു. സേക്രഡായിട്ട് വെക്കേണ്ട കാര്യങ്ങളെപ്പറ്റി കോമഡി. അപ്പം അങ്ങനെ നാവിൻ്റെ ദുരുപയോഗം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇദ്ദേഹവും മരിച്ചു. ശുദ്ധീകരണ സ്ഥലത്തു നിന്നും തൻ്റെ സഹോദരനായിട്ടുള്ള സന്യാസി പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ സന്യാസി വന്നതിൽ ചാക്കുടുപ്പിലല്ല, വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇദ്ദേഹം വരുന്നത്. കളർഫുള്ളായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട്. ആ കളർഫുള്ളായിട്ടുള്ള വസ്ത്രം കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹം ഭൂമിയിൽ കർത്താവിൻ്റെ സഭയ്ക്കും സ്വർഗരാജ്യത്തിനും വേണ്ടി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു പ്രതിഫലം എന്ന രീതിയിലാണ് ഈ വസ്ത്രം അദ്ദേഹം നേടിയ ആത്മാക്കൾ. ഇത് സ്വർഗത്തിൽ കാണാൻ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗത്തെ പറ്റിയിട്ടുള്ള വിഷൻസ് പലർക്കും ലഭിച്ചത് ഞാൻ പറയും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ സ്വർഗത്തിൽ വിവിധങ്ങളായ തലങ്ങളുണ്ട്. ഈ തലങ്ങളെല്ലാം വിവിധങ്ങളായ ആത്മാക്കളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. ആ ഡ്രസ്സെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർ ഭൂമിയിൽ ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളും കർത്താവിൻ്റെ വേണ്ടിയിട്ടും സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവരുടെ ഗ്ലോറി ഇരിക്കുന്നത് സ്വർഗത്തിൽ. ഇതുപോലെ ഈ വൈദികൻ വന്നിരിക്കുന്നത് നല്ല ഡ്രസ്സിലാണ്, പക്ഷേ നാവ് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് പീഡ അനുഭവിക്കുകയാണ്. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സന്യാസ സഭയിൽ വന്നിട്ട് ഇത് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഈ ആത്മാവ് അപ്രത്യക്ഷമായി. മറ്റൊന്ന് 2 സിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. സിസ്റ്റർ ജത്രൂദും സിസ്റ്റർ മാർഗരറ്റും. ഇവർ രണ്ടുപേരും ഒരു മൊണാസ്ട്രിയിലെ തന്നെയുള്ള സിസ്റ്റേഴ്സാണ്. വളരെ ചെറുപ്പക്കാരികളായിട്ടുള്ള സിസ്റ്റേഴ്സാണ്. അതിൽ ജത്രൂദ് തൻ്റെ വാക്കുകൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതായത് വാക്കുകൾ അളന്നു തൂക്കി സംസാരിച്ചിരുന്നു. എന്നാൽ മാർഗരറ്റ് വളരെയധികം കെയർലെസ് ആയിരുന്നു ഈ കാര്യത്തിൽ. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഈ കോൺവെൻറ്റിലെ നിയമങ്ങൾ തെറ്റിക്കുന്നതും മാർഗരറ്റിനൊരു ശീലമായിരുന്നു. പിന്നീട് സംഭവിച്ചത്, മാർഗരറ്റ് മരിച്ചു. സിസ്റ്റർ ജത്രൂത്തിന് ഈ സിസ്റ്റർ മാർഗരറ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. മാത്രമല്ല ഈ മാർഗരറ്റ് ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ, വിശുദ്ധമായ സ്ഥലത്ത് അവരുടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചാപ്പലിലായിക്കൊള്ളട്ടെ, പ്രാർത്ഥന സമയത്ത് ആ സമയത്ത് പോലും ഇവർ പരസ്പരം സംസാരിക്കുമായിരുന്നു. അങ്ങനെ മാർഗരറ്റ് മരിച്ചു. സിസ്റ്റർ മാർഗരറ്റ് മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സിസ്റ്റർ ജത്രൂത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. സിസ്റ്റർ ജത്രൂത്തിനും പ്രത്യക്ഷപ്പെട്ടു, അവിടെയുള്ള അവരുടെ സുപ്പീരിയറിനും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. ഈ സഹനം നിറഞ്ഞ ഈ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും തന്നെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ സിസ്റ്റർ ജത്രൂത്ത് പോയിട്ട് തൻ്റെ സുപ്പീരിയറോട് ഇത് പറയാൻ പോവുകയാണ്. അപ്പോൾ സുപ്പീരിയർ ഓൾറെഡി ഈ മാർഗരറ്റ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പം സുപ്പീരിയർ പറഞ്ഞു, ജത്രൂത്തിനെങ്കിൽ ഭയപ്പെടേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഈ സിസ്റ്ററിൻ്റെ ആത്മാവ്, സിസ്റ്റർ മാർഗരറ്റിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നത് ഇവരുടെ ഏറ്റവും ഹൈ റാങ്കിലുള്ള ഒരു കന്യാസ്ത്രീക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ കന്യാസ്ത്രീ ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്ററെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഈ സിസ്റ്റർ പറയുകയാണ്, സിസ്റ്ററെ, ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പാപം ചെയ്തത്, നാവ് കൊണ്ട് പാപം ചെയ്തത്.
പ്രാർത്ഥിക്കേണ്ട സമയത്ത് സംസാരിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണമെന്ന് പറയുകയാണ്. ഞാൻ മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകേണ്ടിയിരുന്നു, സംസാരിക്കാതെ ഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മാതൃക നൽകേണ്ടിയിരുന്ന ഞാൻ ഇതാ ഇവിടെ ദൈവത്തെ വേദനിപ്പിച്ചിരിക്കുന്നു. എപ്രകാരം അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലൂടെ, കോൺവെർസേഷൻസിലൂടെ ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആത്മാവ് തുടരുകയാണ്, ഏറ്റവും അധികം എൻ്റെ നാവാണ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് പറഞ്ഞ് ഈ ആത്മാവ് അപ്രത്യക്ഷമായി. എൻ്റെ പ്രിയമുള്ളവർ, ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാവിൻ്റെ ദുരുപയോഗം എന്നുള്ളത്. നമ്മളത് ചിന്തിച്ച് നോക്കി, ഇവിടെ ഈ വൈദികർ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല, ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞിട്ടില്ല, ഏഷ്യനെ പറഞ്ഞിട്ടില്ല. ഇവരാകെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ സന്യാസ സഭയിലെ നിയമങ്ങൾ പാലിച്ചില്ല, ഒന്ന് സംസാരിച്ചു, സുപ്പീരിയറിനെ അനുസരിച്ചില്ല. ഇതാണ് ഇവർ ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര പേരെ നമ്മൾ കൊല്ലുന്നുണ്ട്, നമ്മുടെ നാവ് കൊണ്ട് എത്ര പേരെ നമ്മൾ അവഹേളിക്കുന്നുണ്ട്, അവരുടെ സൽപ്പേരിനെ നമ്മൾ കളങ്കം വരുത്തുന്നുണ്ട്. നമ്മൾ പറയും, ഓ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഒരാളെ നമ്മൾ ചോദിക്കുകയാണ്, ഈ വൈദികൻ എങ്ങനെയാണ്, ഉടനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വിടുകയാണ്, ഇദ്ദേഹം ഇങ്ങനെ ഒരു മോശക്കാരനാണെന്ന് പറഞ്ഞു. നമ്മളിത് ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത്. ആദ്യത്തെ പാവം ചിന്തയിൽ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരിട്ട് അതിനെ കണ്ടിരുന്നെങ്കിൽ നാവുകൊണ്ട് നമ്മൾ പറഞ്ഞേനെ. ഇതൊക്കെ നമ്മൾ നാവുകൊണ്ട് പറയണത് പോലെ തന്നെയാണ്. അപ്പം നമുക്ക് അറിയാത്തൊരു കാര്യം, പ്രത്യേകിച്ച് വൈദികരെ പറ്റിയും സന്യസ്തരെയും കന്യാസ്ത്രീകളെ പറ്റിയിട്ട് നമ്മൾ അറിയില്ലെങ്കിൽ, നമ്മൾ അറിയില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ നിത്യജീവന് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ സൽപ്പേരിനെ കളങ്കം വരുത്തി എന്ന കുറ്റം ചിലപ്പോൾ നമുക്ക് നിത്യജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ ഒരു വൈദികനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു നമുക്കൊന്നും അറിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കാം, ഒരു വാട്സാപ്പിൽ നമ്മുടെ ഒരു കമൻ്റ് ആയിരിക്കാം, നമ്മുടെ ഇടവക ഗ്രൂപ്പിലെ ഒരു കമൻ്റ് ആയിരിക്കാം, ആ വൈദികൻ്റെ ജീവൻ പോലും എടുക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നോക്കിക്കോ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു മാരിയോ ആൻഡ് ജിജി ദമ്പതികൾ, അവരുടെ ഫാമിലി ഒരു സംഭവം നടന്നു. അപ്പം എനിക്ക് 100% അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പഠിപ്പിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതിയും എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമില്ല. ഞാനത് ഫോളോ ചെയ്യാറുമില്ല, ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യാറുമില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കാം, ഇപ്പം അദ്ദേഹം വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾ ചവിട്ടരുത്. ഇപ്പം നമ്മൾ ന്യൂസിലും അവിടെ ഇവിടെയും വരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജഡ്ജ് ചെയ്യാണ്. ഇന്നതാണ് ഇവരുടെ ഈ പണം സമ്പാദിക്കുന്നതാണ്, പണം കുമിഞ്ഞുകൂടിയപ്പോൾ വന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം കപടത കാണിക്കുകയായിരുന്നു, ഇത്രയും കാലം അവർ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ദൈവം പുറത്തു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല ആരോപണങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു. ഞാൻ ഒരിക്കലും അവരെ ന്യായീകരിക്കാനൊന്നും ഞാൻ പറയണതല്ല. നമുക്കറിയത്തില്ല സത്യം എന്താണെന്നുള്ളത്, നമുക്കറിയത്തില്ല. അപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്രിസ്ത്യൻ കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈശോ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈശോ താഴെ വീണ് അവനെ ചവിട്ടുമോ, അത് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമോ? സ്റ്റിൽ ഹീസ് ക്രിസ്ത്യനോ. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാളെ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കേരളം മുഴുവൻ അവരെ പറ്റിയാണ് ചർച്ച. ഇത് കേട്ട് ഈ പാവങ്ങൾ ഇതിൽ കടുങ്കൈ ചെയ്താൽ നമുക്ക് സമാധാനമാവും. ശരിയാണ്, അവർ വഴി ചിലർക്കൊക്കെ ചില ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. എനിക്കറിയുന്ന ഒരു വ്യക്തിക്ക് അവരിൽ നിന്നൊരു ദുരനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. ആ ഒരു വൈരാഗ്യം നമ്മൾ തീർക്കേണ്ടത് ഇപ്പോഴല്ല, വീണ് കിടക്കുമ്പോഴല്ല. നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ് സാഹചര്യം, ആ മൊമെൻറ്റ് സംഭവിച്ചൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് അവർ നടന്ന ഫൈറ്റാണോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മളും ഇദ്ദേഹം ജീവിക്കുന്ന അതേ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നാളെ നമ്മളും വീഴാം. ഒരു ഗ്യാരണ്ടിയില്ല, നാളെ നമ്മളും വീഴാം. സജിത് ബ്രദറിൻ്റെ കേസ്, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശുശ്രൂഷ നമ്മൾ ജഡ്ജ് ചെയ്യണം. നമ്മൾ പറയാണ്, എന്തിനാണ് ഒരു വചന പ്രഘോഷകന് ബിസിനസ് ചെയ്യേണ്ട ആവശ്യം? നമ്മൾ ജഡ്ജ് ചെയ്യണം. അതെന്താ വചന പ്രഘോഷകന് ഒരു ബിസിനസ് ചെയ്തുകൂടെ? അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിച്ചൂടെ? അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? നീ സുവിശേഷം മാത്രം പറഞ്ഞ് സുവിശേഷം വിറ്റ് ജീവിച്ചാൽ മതി. നീ സുവിശേഷം പറഞ്ഞ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്നും ഇടവകയിൽ നിന്ന് കിട്ടുന്ന സ്തോത്ര കാഴ്ച കൊണ്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ഏതാണ് അഭികാമ്യം? സുവിശേഷം ഫ്രീ ആയിട്ട് പറയുന്നതും സുവിശേഷം പറഞ്ഞ് ഇടവകയിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നതാണോ ഏറ്റവും അഭികാമ്യം? അങ്ങനെ വാങ്ങിക്കുന്നത് ഒരു തെറ്റുമില്ല. എല്ലാ വചന പ്രൊഫഷണൽ ജ്ഞാനഗുരുക്കന്മാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
അല്ലാതെ വചനം പ്രഘോഷിക്കുന്നവർ വചനം മാത്രം പ്രഘോഷിച്ചു പോയി വീട്ടിലിരിക്കുമ്പോൾ ആകാശത്തിൽ നിന്നും അപ്പം വരില്ല. അതുകൊണ്ടാണ് സഭ അറിഞ്ഞ് അവർക്ക് സ്വത്ര കാഴ്ചയൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കണത്, ഏത് ഓപ്ഷനാണ് ഇതിൽ ഏറ്റവും നല്ലത്? ഫ്രീ ആയിട്ട് വചനം കൊടുക്കുന്നു, ആളുകൾക്ക് കാശൊന്നും വാങ്ങിക്കുന്നില്ല. എന്നിട്ട് ജീവിക്കാൻ ഈ പറയുന്ന ബ്രദറിന് കുടുംബം ഉണ്ടാവുമല്ലോ, മക്കളുണ്ടാവുമല്ലോ. അവർക്ക് ജീവിക്കാൻ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയണത്. അതാകുമ്പോൾ വചനം വിറ്റ് ജീവിക്കണമെന്ന് ചിത്തപ്പേരുണ്ടാവത്തില്ല. അപ്പോൾ നമുക്കറിയത്തില്ല ഈ ഒരു സംഭവമാണെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ജഡ്ജ് ചെയ്യുന്നു. കാശിന് വേണ്ടിയിട്ടാണ്. കാശിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിന് ഏറ്റവും നല്ലത് പെന്തക്കോസ്ത സഭയിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. കാരണം വ്യക്തിപരമായിട്ട് എനിക്കറിയാം, ഓരോ പാസ്റ്റർമാർ ഓരോ വാർഡിലെ മെമ്പേഴ്സ് ഓരോ പാസ്റ്ററായിരിക്കും. നമുക്ക് ഇടവക എന്ന് പറയുന്ന പോലെ അവരുടെ വാർഡ്. ആ വാർഡിലൊരു 200-300 പേരുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ ദശാംശം എൻ്റെ ഇടവക പള്ളിക്ക് കൊടുത്താൽ അത് മുഴുവനും ഒരുപക്ഷെ ഇടവക പള്ളിക്കായിരിക്കില്ല. അത് നമ്മുടെ രൂപതയിലോട്ട് പോകും. അത് പല സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എന്നാൽ ഒരു വാർഡിലെ ഒരു പാസ്റ്ററിന് ദശാംശം കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ 300 പേരുള്ള ഒരു വാർഡിൽ ഒരു 10,000 രൂപ വെച്ച് ദശാംശം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ഫാമിലി. അവർ നിർബന്ധമായിട്ട് പെന്തക്കോസ്തക്കാർ കൊടുക്കും, നമ്മളെപ്പോലെയല്ല. അതവരെ ഒന്ന് പേടിപ്പിച്ച് വെച്ചേക്കണതാണ്. മറ്റൊന്ന് അവർക്കറിയാം എങ്ങനെയാണ് അനുഗ്രഹം കിട്ടുന്നത് അറിയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പാസ്റ്ററിന് ഫാമിലിക്ക് കിട്ടുന്ന കാശ് എത്രയാണ്? അത് മാത്രം ചിന്തിച്ചാൽ മതി. കാശിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാനായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു സഭയുടെ മാർപ്പാപ്പയായിട്ട് ഇരിക്കുന്ന വ്യക്തി കത്തോലിക്ക സഭയിലോട്ട് വന്ന് ഒരു ബിഷപ്പിൻ്റെ കീഴിൽ എളിമയോട് നിൽക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ കത്തോലിക്ക സഭയെ അറിയാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാനാണ് സജിത് ബ്രദറിൻ്റെ സ്ഥാനത്തെങ്കിൽ എളിമപ്പെട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ എൻ്റെ സഭയുടെ മാർപ്പാപ്പയായിരിക്കും. എനിക്ക് എവിടെ വേണേലും പോവാം, ഇഷ്ടമുള്ളത് പറയാം, ആരും മോണിറ്റർ ചെയ്യത്തില്ല. ഏത് ലോകത്ത് എവിടെ വേണേലും പോവാം. എൻ്റെ തീരുമാനമാണ് ഇന്ന് എവിടെ വചനം പ്രഘോഷിക്കണം എന്നുള്ളത്. പക്ഷേ കത്തോലിക്ക സഭയിൽ ഒരു ബിഷപ്പിന് കീഴിൽ ഇരിക്കുമ്പോൾ ആ ബിഷപ്പ് പറയുന്ന സ്ഥലത്ത് പോകണം, ആ ബിഷപ്പ് പറയുന്ന പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് പോകരുത്. പറയുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡാണ്, മോണിറ്റേർഡാണ്. ഇത്രയധികം എളിമയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് അത് പരിശുദ്ധാത്മാവ് കൊണ്ടല്ലാതെ സാധിക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹം കത്തോലിക്ക സഭയിലോട്ട് വരുന്ന സമയത്ത് സാധാരണ അൽമാനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ബിസിനസ് തുടങ്ങിയത്. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത്, ഈ ഗിഫ്റ്റ് കളയരുത്, വചനം പ്രഘോഷിക്കണം. അപ്പോൾ വചനം പ്രഘോഷിക്കുന്നു. അപ്പോൾ എന്ന് വെച്ച് കെട്ടിപ്പടുത്ത ഈ റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാ വചന പ്രഘോഷികരും സ്വീകരിക്കേണ്ട മാതൃകയാണ് വചനം പ്രഘോഷിക്കുക. നിങ്ങൾക്ക് ഒരു വരുമാന മാർഗത്തിന് വേണ്ടി നിങ്ങളൊരു എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. കോവിഡ് കാലം വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, ധ്യാന കേന്ദ്രത്തെ ശുശ്രൂഷിച്ച നിരവധി പേര് ശുശ്രൂഷ തന്നെ വിട്ടിട്ട് പോയി. ധ്യാന കേന്ദ്രത്തെ വെറുത്തുകൊണ്ട്. കാരണം ധ്യാന കേന്ദ്രത്തിന് അവരെ സഹായിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ഫുൾ ആശ്രയം ധ്യാന കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് മാസം കിട്ടുന്ന ഒരു വരുമാനമായിരുന്നു. അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പഴിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം നമ്മളൊരു വരുമാന മാർഗം കണ്ടെത്തുക, എന്നിട്ട് സുവിശേഷ വേല നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പറയുന്നത്, ഇദ്ദേഹം കാശിന് വേണ്ടിയിട്ടാണ്, മാരിയോ ബ്രദറിൻ്റെ ലൈഫിലെ പ്രശ്നത്തിന് കാരണം ഇതാണ്, അതുപോലെ ഇദ്ദേഹം പിശാചിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു തെളിവുമില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ അടിച്ചു വിടുക. ഇതൊക്കെ പരിശുദ്ധാത്മാവിന് എത്ര പാപത്തിൻ്റെ ലെവലോട്ടൊക്കെ കടക്കും. അതുകൊണ്ട് നാവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വഴി ഒരാളെ ജീവിതം തകരരുത്. ഈ ഏഷ്യൻ ഇങ്ങനെ വന്ന് നമ്മളുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ വഴി ഇത് സ്റ്റോപ്പ് ആവണം. ആരെ പറ്റിയുള്ളതാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, നീ കണ്ടോ? നീ ഇത് കണ്ടിട്ടാണ് ഈ പറയുന്നത്, എന്നാൽ പിന്നെ മിണ്ടരുത്, ഇവിടെ നിർത്തിക്കോണമെന്ന് പറയണം ഈ ഏഷ്യനെ. അതുകൊണ്ട് പറയുമ്പോഴവരെ നമ്മുടെ ജീവിതം തകരാനും അനുഗ്രഹിക്കപ്പെടാനും നമ്മുടെ നാവ് കാരണമാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും നമുക്ക് പലപ്പോഴും ഓർമ്മയില്ലാത്തതുകൊണ്ട് കുമ്പസാരിക്കത്തില്ല. ഇതുകൊണ്ടാണ് ഇത് ശുദ്ധീകരണത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് പറയുമ്പോഴവരെ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Cristo Re.